my dear friends, welcome to Talent Online Coaching Class. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് CBSE സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In this chapter, we are going to discuss about the cultivation of crops and several activities undertaken by farmers in crop production and management. Simple ആയിട്ട് പറയുകയാണെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ഫാർമേഴ്സ് എടുക്കുന്ന പല പല സ്റ്റെപ്സും അതിന്റെ മാനേജ്മെന്റുമാണ് പ്രധാനമായും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഫാക്റ്റിൽ നിന്ന് നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഓൾ ലിവിങ് ഓർഗാനിസം റിക്വയർ ഫുഡ്, അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഫുഡ് വേണം, അല്ലേ? അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫുഡിന്റെ സോഴ്സ് എങ്ങനെയാണ്? അഗ്രികൾച്ചറാണ്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ കർഷകർ ഫാർമേഴ്സ് അഗ്രികൾച്ചർ ചെയ്ത് അങ്ങനെ ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്, അല്ലെ, ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു വേർഡാണ് ക്രോപ്പ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റും ക്രോപ്പ് ആണല്ലേ. അപ്പൊ നമുക്ക് അറിയണം എന്താണ് ക്രോപ്പ് എന്ന് നമുക്കറിയണം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ക്രോപ്പ് എന്ന് പരിചയപ്പെടാം. എന്താണ് ക്രോപ്പ്? When plants of same kind are grown and cultivated at one place on a large scale is called a crop. അപ്പൊ നമുക്ക് ഈ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട്. അപ്പൊ ആ കീവേഡ്സ് 3 കീവേഡ്സ് ഉണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് when plants of same kind are grown and cultivated at one place on a large scale. ഇത് 3, സെയിം കൈൻഡ്, വൺ പ്ലേസ്, ലാർജ് സ്കെയിൽ, ഇത് 3ആണ് നമ്മുടെ കീവേഡ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കോളൂ, സെയിം കൈൻഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതെങ്കിലും ഒരു പ്ലേസിൽ ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കീവേഡ്സ് ഏതൊക്കെയാണ്? സെയിം കൈൻഡ് ആയിരിക്കണം. പ്ലാന്റ്സ് എങ്ങനെയായിരിക്കണം? സെയിം കൈൻഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു പ്ലേസിൽ ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ക്രോപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാഡി ഫീൽഡ്, നമ്മളൊരു നെൽപ്പാട് എടുക്കുകയാണ്. എങ്ങനെയാണ്? ഒരേ കൈൻഡ് ആണ്, അല്ലേ? ആ പാടം മൊത്തം എന്താണ്? നെൽച്ചെടികളാണ്, അല്ലേ? ഒരേ കൈൻഡ് പ്ലാന്റ്സ് ആണ് ഒരു പ്ലേസിൽ നമ്മൾ എങ്ങനെയാണ് ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇതിന്റെ ക്രോപ്പിന് എക്സാമ്പിൾ നമ്മൾ പാഡി ഫീൽഡ് അല്ലെങ്കിൽ ഒരു വീറ്റ് ഫീൽഡ് ഒക്കെ നമുക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് ഇതിനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ്, അതായത് ഒരു സ്റ്റേറ്റും വേറൊരു സ്റ്റേറ്റും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് എന്തായിരിക്കും? എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതായത് ക്ലൈമറ്റിക് കണ്ടീഷൻ ഇൻ ഇന്ത്യ, ദ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫോൾ ഡിഫർ ഫ്രം വൺ റീജിയൻ ടു അനദർ, അല്ലെ? ഓരോ റീജിയനിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സീസൺ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ക്രോപ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഖാരിഫ് ക്രോപ്പ് ആൻഡ് റാബി ക്രോപ്പ്. അതായത് ഖാരിഫ് ക്രോപ്പ് എന്താണെന്ന് വെച്ചാൽ ദ ക്രോപ്സ് വിച്ച് ആർ സോൺ ഇൻ ദ റെയിനി സീസൺ ആർ കോൾഡ് ഖാരിഫ് ക്രോപ്പ്. അതായത് റെയിനി സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും റെയിനി സീസൺ, മഴക്കാലമായിട്ട് കൺസിഡർ ചെയ്യുന്ന എന്താണ്? ജൂൺ ടു സെപ്റ്റംബർ ആണ് നമ്മൾ ഇന്ത്യയിൽ റെയിനി സീസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. റെയിനി സീസണിൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഖാരിഫ് ക്രോപ്പ് എന്ന് പറയും. ഈ ഖാരിഫ് ക്രോപ്പിന് കുറച്ച് എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഏതൊക്കെയാണ്? പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ എക്സെട്ര. ഇതൊക്കെയാണ് ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾ. ഒന്നും കൂടി നോക്കൂ: പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ആൻഡ് കോട്ടൺ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കാൻ പോകുന്നത് റാബി ക്രോപ്പ് ആണ്. ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ വിന്റർ സീസൺ ആർ കോൾഡ് റാബി ക്രോപ്പ്. അപ്പൊ വിന്റർ സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പിനെ നമ്മൾ എന്തെന്ന് പറയും? റാബി ക്രോപ്പ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ വിന്റർ സീസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എപ്പോഴാണ്? ഒക്ടോബർ ടു മാർച്ച് ആണ് വിന്റർ സീസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. റാബി ക്രോപ്പിന് എക്സാമ്പിൾ ആണ് വീറ്റ്, ഗ്രാം, പീ, മസ്റ്റർഡ് ആൻഡ് ലിൻസീഡ്. ഒന്നുകൂടി പറയാം: വീറ്റ്, ഗ്രാം, പീ, മസ്റ്റർഡ് ആൻഡ് ലിൻസീഡ്. അപ്പൊ നമുക്ക് ഈ ഖാരിഫ് ക്രോപ്പിന്റെ എക്സാമ്പിളും റാബി ക്രോപ്പിന്റെ എക്സാമ്പിളും തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? തറവായിട്ട് ഈ എക്സാമ്പിൾസ് മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കുക. കാരണം ഇത് ഗ്രൂപ്പായിട്ട് തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നിന്റെ എക്സാമ്പിളും നമ്മൾ തറവായിട്ട് പഠിച്ചു വയ്ക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെ കുറിച്ചാണ്. നമുക്കറിയാം, അഗ്രികൾച്ചർ ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇറ്റ് ഇൻവോൾവ് മെനി സ്റ്റെപ്സ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ, കൃഷി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം പോയി ചെയ്ത് നമുക്ക് ഈൽഡ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമില്ല, അല്ലേ?
അതിന് നമ്മൾ കുറേ നാളത്തെ ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് ഓരോ ക്രോപ്പും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളയിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ്. അഗ്രികൾച്ചർ ഇൻവോൾവ് ആയിട്ടുള്ള പല പല സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, സെക്കൻഡ് സോയിങ്, ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ, പ്രൊട്ടക്ടിങ് ഫ്രം വീഡ്സ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് ഫൈനലി സ്റ്റോറേജ്. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അപ്പൊ നമുക്കറിയാം ഒരു ലാൻഡ് വേണം, നമുക്ക് അഗ്രികൾച്ചർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ലാൻഡ് വേണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യണം, ആ സോയില് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ നമുക്കറിയാം വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടി മുളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ സോയിലും റെഡിയാക്കിയിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, സോയിൽ. നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് വിതയ്ക്കണം. പിന്നെ ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. നമ്മുടെ ഈ വിതയ്ക്കുന്ന വിത്ത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളരണമെങ്കിൽ എന്തൊക്കെ വേണം, മാനുവറും ഫെർട്ടിലൈസേഴ്സും വേണം. പിന്നുള്ളത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇറിഗേഷൻ, പ്രോപ്പർ വാട്ടറിങ്. നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം നനച്ചു കൊടുക്കണം. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്. പിന്നെ നമ്മൾ വീഡ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചെടിയെ പ്രൊട്ടക്ട് ചെയ്യണം. പുതുതായിട്ടൊരു വേർഡ് വന്നല്ലേ, വീഡ്സ്. എന്താണ് വീഡ്സ്? വീഡ്സ് എന്ന് വെച്ചിട്ട് അൺഡിസൈറബിൾ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ എലോങ് വിത്ത് ദി ക്രോപ്പ് ഈസ് കോൾഡ് വീഡ്സ്. അതായത് നമുക്ക് ആവശ്യമില്ല, പുല്ലൊക്കെ വളർന്നു വരില്ലേ നമ്മുടെ ക്രോപ്പിന്റെ കൂടെ, അതിനാണ് എന്തെന്ന് പറയുന്നത്, വീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹാർവെസ്റ്റിംഗ്, വിളവെടുക്കണം. ഫൈനൽ സ്റ്റെപ്പ് സ്റ്റോറേജ്, നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണം. അപ്പൊ ഇത്രയാണ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, സോയിങ്, ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ, പ്രൊട്ടക്ടിംഗ് ഫ്രം വീഡ്സ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് ഫൈനലി സ്റ്റോറേജ്. ഇനി ഈ ഓരോ ടോപ്പിക്കിനെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് എ ക്രോപ്പ്. ഒരു ക്രോപ്പ് നമ്മൾ വളർത്തുന്നതിന് മുമ്പുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ടേമാണ് ടില്ലിംഗ് ഓർ പ്ലോയിങ്. ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ദ പ്രോസസ് ഓഫ് ലൂസനിങ് ആൻഡ് ടേണിംഗ് ഓഫ് ദ സോയിൽ ഈസ് കോൾഡ് ടില്ലിംഗ് ഓർ പ്ലോയിങ്. അപ്പൊ നമ്മൾ ഈ പ്രിപ്പറേഷൻ ഓഫ് സോയില് കുറച്ച് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് ഉടനെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് അതാണ്. അപ്പോഴും അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സോയില് ലൂസൺ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു ലാൻഡ് കാണുമ്പോൾ നമുക്കറിയാം ഇത്തിരി നല്ല ഹാർഡായിട്ട് കിടക്കുകയായിരിക്കും. അത് നമ്മുടെ മൺവെട്ടിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് കിളച്ചൊക്കെ ഇടില്ലേ, കിളച്ച് ഇടുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ സോയിൽ എന്താവും, ഒന്ന് ലൂസനാവും അല്ലേ. വലിയ വലിയ മണ്ണൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് കിടക്കുന്നതൊക്കെ ഉണ്ടാവും, ഫൈൻ പാർട്ടിക്കിളായിട്ട് മാറും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ലൂസനിങ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ താഴെയുള്ള മണ്ണ് മുകളിൽ വരികയും മുകളിലുള്ള മണ്ണ് താഴെ പോവുകയൊക്കെ ചെയ്ത് നമ്മുടെ ലാൻഡ് എന്താവും, നല്ലതായിട്ട് നമ്മുടെ സോയിൽ എന്താവും, നമ്മുടെ സോയിൽ നന്നായിട്ട് ലൂസനാവും. ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ചില്ലിങ് അല്ലെങ്കിൽ പ്ലോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കിളക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അലൗസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദി സോയിൽ. നമ്മുടെ റൂട്ട്സിന് നമ്മുടെ മണ്ണിൻ്റെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ആഴ്ന്നിറങ്ങാനായിട്ട് എന്ത് ചെയ്യും, ഈ പ്ലോയിങ് അല്ലെങ്കിൽ ചില്ലിങ് നമ്മളെ സഹായിക്കും. പിന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എർത്ത് വർംസ് ആൻഡ് മൈക്രോബ്സ്. എർത്ത് വർംസിനെയും മൈക്രോബ്സിനെയും ഗ്രോത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലോയിങ് അല്ലെങ്കിൽ ടില്ലിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എർത്ത് വർം നമുക്കറിയാം അല്ലേ, ഫ്രണ്ട് ഓഫ് ഫാർമർ ആണ്, നമ്മുടെ കർഷകന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് എർത്ത് വർം. അപ്പൊ ഈ എർത്ത് വർമും മൈക്രോബ്സ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്കറിയാം പ്രിപ്പറേഷൻ ഓഫ് സോയിൽ അഗ്രികൾച്ചറിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ നമ്മൾ കുറച്ച് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ഉപയോഗിക്കും. അതായത് നമുക്ക് ചുമ്മാ ചെന്നിട്ട് നമുക്ക് ഒരു ലാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൂസൺ ആക്കാതെ കിളച്ചിടാൻ പറ്റില്ല അല്ലേ. അതിന് കുറച്ച് ഉപകരണങ്ങൾ വേണം. അപ്പൊ ഇനി അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചിലപ്പോൾ സംടൈംസ് മാനുവർ ഈസ് ഓൾസോ ആഡ് ബിഫോർ ടില്ലിങ്. ചില സമയത്ത് നമ്മുടെ ലാൻഡിൽ എന്ത് ചെയ്യും, ഈ ചില്ലിങ് അല്ലെങ്കിൽ പ്ലോയിങ് ചെയ്യുന്നതിന് മുമ്പ് എന്തും കൂടി ആഡ് ചെയ്യാറുണ്ട്, മാനുവറും കൂടി ആഡ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അപ്പോഴും നമ്മൾ കിളയ്ക്കുമ്പോഴത്തേക്കും ഈ മാനുവർ എന്ത് ചെയ്യും, ഈ വളവും നമ്മുടെ മണ്ണുമായിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് കൂടി നന്നായിട്ട് ചേർന്ന് മിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈ ടോപ്പിക്കിൽ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് എ ക്രോപ്പ്. ഇറ്റ് അലൗസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. നമ്മുടെ വേരുകൾ ആഴ്ന്നിറങ്ങാനായി സഹായിക്കും.
ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എർത്ത് വർംസ് ആൻഡ് മൈക്രോബ്സിന്റെയും എർത്ത് വർംസിന്റെയും ഗ്രോത്തിന് ഈ ചില്ലിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ ലൂസണിങ് ആൻഡ് ടേണിങ് ഓഫ് ദ സോയിൽ ഈസ് കോൾഡ് ചില്ലിങ് ഓർ പ്ലോയിങ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പ്രിപ്പറേഷൻ ഓഫ് സോയിലിൽ പറഞ്ഞു, നമ്മുടെ സോയിൽ ലൂസൺ ചെയ്യണമെങ്കിൽ നമ്മുടെ സോയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുറച്ച് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് വേണം അല്ലേ. അപ്പൊ അതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്ന ഒരു അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ കാർഷിക ഉപകരണമാണ് എന്ത്, പ്ലോ എന്ന് പറയുന്നത്. പ്ലോ ഈസ് യൂസ്ഡ് സിൻസ് ഏൻഷ്യന്റ് ടൈം ഫോർ ടില്ലിംഗ് ദ സോയിൽ, ഫോർ ആഡിങ് മാനുവർ, ഫോർ റിമൂവിങ് വീഡ്സ് എക്സെട്ര. അപ്പൊ ഈ പ്ലോ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ് ആണ് നമ്മുടെ പ്ലോ എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ഇംപ്ലിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്ലോ എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് അറിയാം കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. കാരണം നമ്മുടെ സയൻസ് പുരോഗമിക്കും തോറും കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഇംപ്ലിമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഇംപ്ലിമെന്റ് ആണ് ഈ പ്ലോ എന്ന് പറയുന്നത്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തിനാണ് പ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മുടെ സോയിൽ ലൂസൺ ചെയ്യാൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാൻ, സോയിലുമായിട്ട് മിക്സ് ചെയ്യാൻ, പിന്നെ നമ്മുടെ വീഡ്സ് നമ്മൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള വേണ്ടാത്ത പ്ലാന്റ്സ് റിമൂവ് ചെയ്യാൻ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലോ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലോയുടെ ഒരു ഏകദേശ സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇതിന് 2 പാർട്സ് ആണ് മെയിനായിട്ടുള്ളത്, പ്ലോ ഷെയർ ആൻഡ് പ്ലോ ഷാഫ്റ്റ്. ഇതിലൊരു ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ് ഉണ്ട്, ഇതിൻ്റെ എൻഡിൽ ഒരു ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ് ഉണ്ട്, നല്ല ഹാർഡാണ്. അതിനെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് പ്ലോ ഷെയർ. അപ്പൊ ഈ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോയില് ലൂസൺ ചെയ്യുന്നത്. ഇനിയുള്ള പാർട്ട് എന്ന് വെച്ചാൽ ഈ ലോഗ് ഓഫ് വുഡ് ആണ്, ഒരു മരക്കഷ്ണം ഒരു ഹാൻഡിൽ പോലെ ഉണ്ട്. അത് നമ്മൾ എന്തെന്ന് പറയും, പ്ലോ ഷാഫ്റ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഒരു പെയർ ഓഫ് ബുൾസ് അതിന്റെ കഴുത്തിലായിട്ടൊരു ബീം വെച്ച് കൊടുക്കും, ഒരു തടി വെച്ച് കൊടുക്കും. അതിൽ ഈ പ്ലോ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പല സിനിമയിലൊക്കെ ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ 2 കാളകൾ പോവും, അതിന്റെ പിറകെ ഇങ്ങനെ നില ഒഴുതുകൊണ്ടൊരു കലപ്പ, പ്ലോയുടെ മലയാളം കലപ്പ ഇങ്ങനെ നീങ്ങി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ പ്ലോയെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്തിരുന്നു, ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വുഡൻ പ്ലോസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അയൺ പ്ലോസ് ഒക്കെ കൂടുതലായിട്ടും അവൈലബിൾ ആണ്. ഇപ്പോഴും പണ്ടൊക്കെ വുഡൻ പ്ലോസ് ആണെങ്കിൽ ഇപ്പോഴെന്താണ് അയൺ പ്ലോസ്, വുഡൻ പ്ലോസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അയൺ പ്ലോസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സും കൂടി പരിചയപ്പെടാനുണ്ട്. അത് ഏതൊക്കെയാണ്, ഹോയും കൾട്ടിവേറ്ററും ആണ്. ഹോ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസണിങ് ദി സോയിൽ. നമ്മുടെ വീഡ്സ് റിമൂവ് ചെയ്യാനും നമ്മുടെ സോയിൽ ലൂസൺ ചെയ്യാനുമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹോ യൂസ് ചെയ്യുന്നത്. ഹോ നമ്മുടെ മലയാളത്തിൽ തൂമ്പ എന്നൊക്കെ പറയും, നമ്മുടെ വീട്ടിൽ തന്നെ കാണും, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വീഡ്സ് അൺഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് കളയാനും പിന്നെ നമ്മുടെ സോയിലൊക്കെ ഒന്ന് ക്ലച്ച് ഒന്ന് ലൂസൺ ചെയ്യാനുമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൾട്ടിവേറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസ് പുരോഗമിക്കും തോറും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ സയൻസ് പുരോഗമിച്ച് നമുക്ക് കിട്ടിയൊരു മോഡേൺ എക്യുപ്മെന്റ് ആണ് കൾട്ടിവേറ്റർ എന്ന് പറയുന്നത്. പ്ലോയിങ് ഈസ് ഡൺ ബൈ ട്രാക്ടർ ഡ്രിവൺ കൾട്ടിവേറ്റർ. നമുക്ക് ടെക്സ്റ്റിൽ ഒരു പിക്ചർ ഉണ്ട്, അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ട്രാക്ടർ, അതിന്റെ പിന്നിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൾട്ടിവേറ്റർ. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇതൊരു മോഡേൺ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് സേവ്സ് ലേബർ ആൻഡ് ടൈം, നമ്മുടെ സമയവും പിന്നെ നമ്മുടെ ലേബറും ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൾട്ടിവേറ്റർ നമുക്ക് സേവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇതൊരു മോഡേൺ എക്യുപ്മെന്റ് ആണ്. ഇത് നമ്മൾ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പ്രിപ്പറേഷൻ ഓഫ് സോയിലിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ ഫാക്റ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. എന്താണുള്ളത്, സോയിങ് ആണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വിത്ത് വിതച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്ലാന്റ് പൊടിച്ചു വരത്തുള്ളൂ അല്ലേ. അപ്പൊ സോയിങ് എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സോയിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വിത്ത് വിതയ്ക്കുക അല്ലെങ്കിൽ സോയിങ്ങിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് വി ഹാവ് ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി സീഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള സീഡ് എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. എന്തിനാണ് ഗുഡ് ക്വാളിറ്റി സീഡ്, ഗുഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള സീഡിന് മാത്രമേ നല്ലൊരു ക്വാളിറ്റി പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യാൻ തരാൻ വേണ്ടിയിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗുഡ് ക്വാളിറ്റി സീഡ്സ് സെലക്ട് ചെയ്യണം.
എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നല്ല yield അല്ലെങ്കിൽ നല്ല വിളവ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ സോയിങ്ങിലും കുറച്ച് ടൂൾസ് പഠിക്കുന്നുണ്ട്. അതിൽ ട്രഡീഷണൽ ടൂളും ഉണ്ട്, പിന്നെ സീഡ് ഡ്രിൽ എന്ന് പറഞ്ഞൊരു ടൂളും ഉണ്ട്. നമുക്കിനി അത് പഠിക്കാം. ഇനി ടൂൾസിനെ കുറിച്ച് നോക്കാം. അപ്പം നമുക്ക് സോയിങ്ങിൽ ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ട്രഡീഷണൽ ടൂളാണ്. ഇതെന്താണ്? ദിസ് ഈസ് യൂസ്ഡ് ട്രഡീഷണലി ഫോർ സോയിങ് സീഡ്സ്. അപ്പം പണ്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ സീഡ്സ് വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ ട്രഡീഷണൽ ടൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. It is shaped like a funnel. The seeds are filled into the funnel and pass through pipes having sharp ends. These ends pierce into the soil and place seeds there. അവിടെ ഈ ട്രഡീഷണൽ ടൂൾ എന്ന് പറയുമ്പോൾ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ടൂളാണ്. ഇത് ഇങ്ങനെ ഫണൽ നമുക്കറിയാം, ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ടൂളാണ്. അവിടെ ഈ സീഡ്സ് എന്ത് ചെയ്യും, ഈ ഫണലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും, ഇറ്റ് പാസ് ഡൗൺ ത്രൂ ദി പൈപ്സ്. ഈ പൈപ്സിലൂടെ ഈ സീഡ്സ് എന്ത് ചെയ്യും, താഴോട്ടിറങ്ങും. ഈ പൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഷാർപ്പ് എൻഡ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോഴിതെന്ത് ചെയ്യും, ഈ ഫണലിലോട്ട് നമ്മൾ സീഡ്സ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഈ പൈപ്സിലൂടെ ഇത് താഴോട്ടിറങ്ങുകയും ഇതിന് ഷാർപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, ഇറ്റ് പിയേഴ്സ് ഇൻ ടു ദി സോയിൽ. നമ്മുടെ മണ്ണിലോട്ട് എന്ത് ചെയ്യും, ഇത് നന്നായിട്ട് ഇങ്ങനെ ഷാർപ്പ് എൻഡില്ല, അപ്പോൾ കുത്തി ഇറങ്ങുകയും ഈ സീഡ്സിന് എന്ത് ചെയ്യുകയും ചെയ്യും, മണ്ണിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ട്രഡീഷണൽ ടൂളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു ഫണൽ ഷേപ്ഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഹാവ് പൈപ്സ് വിത്ത് ഷാർപ്പ് എൻഡ്സ് ആയിട്ടുള്ള പൈപ്പ് കാണും. ആൻഡ് ഇറ്റ് പിയേഴ്സ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ ആൻഡ് പ്ലേസ് സീഡ്സ് ദെയർ. ഈ ഷാർപ്പ് എൻഡ്സ് നമ്മുടെ സോയിലിലേക്ക് ആഴ്ന്നിറങ്ങുകയും നമ്മുടെ സീഡ്സിനെ അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ടൂളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ടൂൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് സോയിങ്ങിന് ഉപയോഗിക്കുന്ന വേറൊരു ടൂളാണ് സീഡ് ഡ്രിൽ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴും നമ്മൾ കൂടുതലും സീഡ് ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോയിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കൾട്ടിവേറ്റർ പഠിച്ചില്ലേ, കൾട്ടിവേറ്റർ പഠിച്ചതുപോലെ തന്നെ ട്രാക്ടേഴ്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മുടെ സീഡ് ഡ്രിൽ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മോഡേൺ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറേ അധികം എന്തുണ്ട്, കുറച്ച് പ്രത്യേകതകളുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് സോസ് ദ സീഡ്സ് യൂണിഫോംലി അറ്റ് പ്രോപ്പർ ഡിസ്റ്റൻസസ് ആൻഡ് ഡെപ്ത്. ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ഡെപ്തിലായിരിക്കും സീഡ് ഡ്രിൽ എന്ത് ചെയ്യുന്നത്, വിത്തുകൾ വിതയ്ക്കുന്നതെന്ന് വെച്ചാൽ, അതായത് രണ്ട് വിത്ത് വിതയ്ക്കുന്ന ഡിസ്റ്റൻസ് തമ്മിൽ എന്തായിരിക്കും, ഒരു നിശ്ചിത അകലം കാണും, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് കാണും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഡെപ്ത്, ഒരു നിശ്ചിത ആഴത്തിലായിരിക്കും നമ്മുടെ സീഡ് ഡ്രിൽ എന്ത് ചെയ്യുന്നത്, വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ ഒരു ക്വാളിറ്റികളുണ്ട് സീഡ് ഡ്രിൽ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീഡ്സ് എന്ത് ചെയ്യും, ഈ മണ്ണ് എന്ത് ചെയ്യും, കവറായിരിക്കും. നമ്മുടെ സീഡ് ഡ്രിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സീഡ്സ് ഒന്നും എന്ത് ചെയ്യില്ല, പാഴായി പോകത്തുമില്ല. നമ്മുടെ സീഡ്സിൽ എന്ത് ചെയ്യും, അവർ സീഡ്സ് ഗെറ്റ് കവേർഡ് ബൈ ദി സോയിൽ. നമ്മുടെ സീഡ്സിൽ എന്ത് ചെയ്യും, സോയിൽ കവർ ചെയ്തിരിക്കും. ആൻഡ് ഇറ്റ് പ്രിവെന്റ് ദി ഡാമേജ് കോസ്ഡ് ബൈ ബേർഡ്സ്. അപ്പം മണ്ണ് പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബേർഡ്സ് എന്ത് ചെയ്യില്ല, നമ്മുടെ സീഡ്സിനെ ആക്രമിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സീഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, സോ ചെയ്യാൻ പറ്റും സീഡ് ഡ്രിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇനി നമ്മുടെ സീഡ് ഡ്രില്ലിന് വേറെ 2 അഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. ദാറ്റ് ഇറ്റ് അവോയ്ഡ് ദ ഓവർ ക്രൗഡിങ് ഓഫ് പ്ലാന്റ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സീഡ് ഡ്രിൽ എന്താണ്, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, സീഡ്സ് സോ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, പ്ലാന്റ്സ് ഒന്നും കൂട്ടമായി വളരില്ല. ഈ 2 പ്ലാന്റ്സിന്റെ ഇടയിൽ എന്താണ്, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് കാണും. ഈ പ്രോപ്പർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പ്ലാന്റ്സ് ഗെറ്റ് സഫിഷ്യന്റ് സൺലൈറ്റ്, ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. അപ്പൊ ഈ പ്ലാന്റ്സ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ്, നിശ്ചിത ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇവയ്ക്കൊക്കെ എന്ത് കിട്ടും, സഫിഷ്യന്റ് ആയിട്ടുള്ള സൺലൈറ്റും ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ എന്ത് ചെയ്യും, സഫിഷ്യന്റ്, അതായത് ഓരോ പ്ലാന്റ്സിനും എന്ത് ചെയ്യും, സഫിഷ്യന്റ് ആയിട്ടുള്ള സൺലൈറ്റും ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് സീഡ് ഡ്രിൽ ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോയിങ് ഇവിടെ ഈ സീഡ് ഡ്രിൽ പറയുന്നതോടെ സോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോയിങ്ങിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ് ഹെൽത്തി സീഡ്സ് സെലക്ട് ചെയ്യണം, പിന്നെ 2 ടൂൾസും പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അഗ്രികൾച്ചറൽ പ്രാക്ടീസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത അഗ്രികൾച്ചറൽ പ്രാക്ടീസാണ് ആഡിങ് മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും, എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ടോപ്പിക്ക് നോക്കാം. The substance which are added to the soil in the form of nutrients for the healthy growth of plants are called manure and fertilizers. നമ്മുടെ സോയിലില് ന്യൂട്രിയൻസിന്റെ രൂപത്തിൽ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഈ മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിന്റെ ഹെൽത്തി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് സോയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കറിയാം മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ എന്നാണ്. ഇത് രണ്ടും ഒന്നാണോ അതേ ഡിഫറെൻ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ഈ ടോപ്പിക്കിൽ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ മാനുവറും ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ചില സോയിൽ, എല്ലാ സോയിലും ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ നേരത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞ തന്നെ സോയിലും എന്താണ് ഡിഫറെൻ്റ് ആണ്. ചില സോയിലൊക്കെ ന്യൂട്രിയൻസിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവെന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സോയില് നമ്മൾ മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ സോയിൽ എന്താവും, ന്യൂട്രിയന്റ് റിച്ച് ആവുകയും നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇനി നമുക്ക് മാനുവറും ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നോക്കാൻ പോകുന്നത് മാനുവറും ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഇത് ഈ ഡിഫറൻസ് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ മാനുവർ എങ്ങനെയാണ്. മാനുവർ എന്ന് പറയുമ്പോൾ ഓർഗാനിക് ആണ്, ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ഇൻഓർഗാനിക് ആണ്. മാനുവർ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റ് മെറ്റീരിയൽസോ അങ്ങനെയുള്ളതൊക്കെ അഴുകി ഉണ്ടാകുന്നതാണ്, ഡീകമ്പോസ് ചെയ്ത് ഉണ്ടാകുന്നതാണ് മാനുവർ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് തന്നെ ഒരു ഡിഫറൻസ് ആണ്. അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഫെർട്ടിലൈസർ എന്താണ്, ഒരു ഇൻഓർഗാനിക് സോൾട്ട് ആണ് അല്ലെങ്കിൽ ഒരു കെമിക്കലാണ്. എന്നാൽ മാനുവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗാനിക് സോൾട്ട് ആണ്. അതായത് ഓർഗാനിക് സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്തുണ്ടാകുന്നതാണ് മാനുവർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫെർട്ടിലൈസേഴ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്. ഫെർട്ടിലൈസർ എവിടെ പ്രിപ്പയർ ചെയ്യും, ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വേറസ് മാനുവേഴ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഫീൽഡ്. മാനുവർ എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫീൽഡിലാണ് മാനുവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ ഒരു ഇൻഓർഗാനിക് സോൾട്ട് ആണ്, മാനുവർ ഒരു ഓർഗാനിക് സോൾട്ട് ആണ്. ഫെർട്ടിലൈസർ ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മാനുവർ എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫീൽഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫെർട്ടിലൈസറിന്റെ ഇനി ഒരു ഇവർ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫെർട്ടിലൈസർ ഡു നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദി സോയിൽ ബട്ട് മാനുവർ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഹ്യൂമസ് ടു ദി സോയിൽ. ഫെർട്ടിലൈസർ എന്ത് ചെയ്യില്ല, സോയിലിലോട്ട് ഹ്യൂമസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. മാനുവർ എന്ത് ചെയ്യും, മണ്ണിലോട്ട് നിറയെ ഹ്യൂമസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഹ്യൂമസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓർഗാനിക് സബ്സ്റ്റൻസ്, അതായത് പ്ലാന്റ് മെറ്റീരിയലൊക്കെ അഴുകി ചേരുന്ന ഒരു ജൈവാംശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസറിൽ എന്തില്ല, ഒരു ഓർഗാനിക് കണ്ടന്റ് ഇല്ലല്ലേ, നമുക്കറിയാം ഫുൾ കെമിക്കൽ ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ അത് എന്ത് പ്രൊവൈഡ് ചെയ്യില്ല, ഹ്യൂമസ് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ മാനുവർ എന്ത് ചെയ്യും, ഇറ്റ് പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഹ്യൂമസ് ടു ദി സോയിൽ. ഇനിയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫെർട്ടിലൈസർ എന്തായിരിക്കും, ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ള ന്യൂട്രിയൻസ് എന്തായിരിക്കും ഫെർട്ടിലൈസേഴ്സിൽ റിച്ച് ആയിരിക്കും. ബട്ട് ഇൻ മാനുവർ ഇറ്റ് ഈസ് ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. മാനുവറിൽ എന്തായിരിക്കും, പ്ലാന്റ് ന്യൂട്രിയൻസ് കുറവായിരിക്കും. പക്ഷെ ഫെർട്ടിലൈസറിൽ എന്തായിരിക്കും, ഫെർട്ടിലൈസേഴ്സ് ആർ റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എക്സെട്ര. അതൊക്കെയാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഒന്നും കൂടി നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഫെർട്ടിലൈസേഴ്സ് ആർ ഇൻഓർഗാനിക് സോൾട്ട്, മാനുവർ ഓർഗാനിക് സോൾട്ട് ആണ്. ഫെർട്ടിലൈസേഴ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്, മാനുവർ ആർ പ്രിപ്പയർഡ് ഇൻ ഫീൽഡ്. Fertilizers do not provide any humus, but manure provide a lot of humus to the soil. Fertilizers are rich in plant nutrients, but manure are relatively less in plant nutrients. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അടുത്തത് എഴുതാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിച്ച് ഒരെണ്ണം തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത് എഴുതാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് മാനുവർ ആണ്. മാനുവറിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു അല്ലേ, ഫെർട്ടിലൈസറും മാനുവലും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. നമുക്കറിയാം ഫെർട്ടിലൈസർ കെമിക്കലാണ്, അത് നമ്മുടെ സോയിലിന് അത്രത്തോളം ബെറ്റർ അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ മാനുവൽ യൂസ് ചെയ്താൽ നമ്മുടെ സോയിലിന് കുറേയധികം ഗുണങ്ങളും ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് ദി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. നമ്മുടെ മണ്ണിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ മാനുവൽ എന്ത് ചെയ്യും, കൂട്ടും. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് ദി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ്. പോറസ് എന്ന് വെച്ചാൽ ഇറ്റ് മേക്ക് ഹോൾസ്. അതായത് നമ്മൾ ബ്രെഡ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കുറെ ഹോൾസ് പോലുള്ള പോറസ് ആണ് അല്ലെ ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ നമ്മുടെ സോയിൽ എന്ത് ചെയ്യും, ഹോൾസ് ഉണ്ടാക്കുക, അതായത് പോറസ് ആക്കും. അപ്പൊ ഇങ്ങനെ പോറസ് ആക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, ഈസി ആയിട്ട് നടക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ്, നമ്മുടെ സോയിൽ പോറസ് ആക്കി മാറ്റുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദി നമ്പർ ഓഫ് ഫ്രണ്ട്ലി മൈക്രോബ്സ്. നമ്മുടെ മണ്ണില് ഫ്രണ്ട്ലി മൈക്രോബ്സിന്റെ എണ്ണം കൂട്ടുന്നു. ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് ഇറ്റ് ഇംപ്രൂവ്സ് ദി ടെക്സ്ചർ ഓഫ് ദി സോയിൽ. നമ്മുടെ സോയിലിന്റെ ടെക്സ്ചർ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മൾ കുക്കറിഷ് ഓയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഇത് കറക്റ്റ് ടെക്സ്ചർ ആയി വരുന്നവർ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ടെക്സ്ചർ എന്നുള്ള പദം, ആ വേർഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ നമ്മുടെ സോയിലിനൊരു ടെക്സ്ചർ ഉണ്ട്, അതുപോലെ ആ ടെക്സ്ചർ എന്ത് ചെയ്യും, നമ്മുടെ മാനുവർ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് 4 പോയിന്റ്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടും, സോയില് പോറസ് ആക്കും, പിന്നെ ഫ്രണ്ട്ലി മൈക്രോബ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, ലാസ്റ്റ് നമ്മുടെ സോയിലിന്റെ ടെക്സ്ചർ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മാനുവൽ യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമ്മളിന്ന് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിലെ പാർട്ട് 1, അതായത് ഹാഫ് പോർഷൻ ആണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പോർഷനോട് നോക്കാറുണ്ട്, അതായത് ഹാർവെസ്റ്റിംഗ്, അതായത് ഇറിഗേഷൻ, ഹാർവെസ്റ്റിംഗ്, സ്റ്റോറേജ്, അങ്ങനെ കുറച്ചും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പറയാനുണ്ട്. നമുക്ക് പാർട്ട് 2 നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ എന്താണ് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചത് അത് നിങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ. താങ്ക് യു സോ മച്ച്.